ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഇടവക ജനമേ, ഒക്ടോബർ മാസത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ജപമാല പ്രാർത്ഥനകളിലൂടെ കർത്താവായ ഈശോയിലേക്ക് അടുക്കുന്ന സുന്ദരമായ ദിവസങ്ങളിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു. വിശുദ്ധ ബെർണാർഡ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: പരിശുദ്ധ അമ്മയെ അനുഗമിക്കുന്നവർക്ക് ജീവിതത്തിലെ വഴി തെറ്റുകയില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവർക്ക്, പരിശുദ്ധ അമ്മയെ അപേക്ഷിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടുവാനായിട്ട് ഇടവരുകയില്ല. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നവർക്ക്, പരിശുദ്ധ അമ്മയുടെ ജീവിത മൂല്യങ്ങളെപ്പറ്റി, ജീവിതത്തിലെ പുണ്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ തെറ്റുപറ്റുകയില്ല. സ്നേഹമുള്ളവരെ, ഈ ഒക്ടോബർ മാസത്തിലൂടെ ജപമാല പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ചിന്ത എന്നും ഉണ്ടായിരിക്കട്ടെ. അമ്മ വഴി ഈശോയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ഈ ഒരു ഒക്ടോബർ മാസം നമ്മെ സഹായിക്കട്ടെ. അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവർക്ക് പാപ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുവാനായിട്ട് അമ്മ ഇടവരുത്തുകയില്ല. എത്രയും പ്രിയപ്പെട്ട പരിശുദ്ധ കന്യകാമാതാവിന്റെ മാധ്യസ്ഥം നിരന്തരം തേടിക്കൊണ്ട് ഏറ്റവും തീക്ഷ്ണതയോടുകൂടെ ഈ ജപമാല മാസത്തിൽ നമുക്കായിരിക്കാം. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ച സന്ദർഭത്തിൽ മാധ്യമ പ്രവർത്തകരെ മദർ തെരേസയോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മദർ, അങ്ങ് ഈ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണോ? ശീതസമരത്തിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, സമാധാനത്തിൽ രാഷ്ട്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിങ്ങനെയെല്ലാം ഉന്നതമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജനശ്രദ്ധ നേടേണ്ട ഒരു വ്യക്തിയല്ലേ അങ്ങ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പാവങ്ങളെ സഹായിച്ചുകൊണ്ട്, രോഗികളുടെ വ്രണങ്ങൾ തുടച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്നത് എന്തിനാണ്? മദർ തെരേസ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു: There are no great acts, but there are only small things. വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറയാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ലോകത്തിൽ ചെയ്യുവാനില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ അവ സ്നേഹത്തോടും സന്തോഷത്തോടും പൂർണ്ണതയോടും കൂടെ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലെത്തിക്കുന്നത്. ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ പാത പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകമായിട്ട് ജപമാല പ്രാർത്ഥനകളിലൂടെ രോഗികൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളൊന്നും പാഴാക്കാതെ അമ്മ വഴി ഈശോയിലേക്ക് എത്തുവാനായിട്ട് ഈ ഒക്ടോബർ മാസ കാലഘട്ടം നമുക്ക് സഹായകമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അമ്മേ മാതാവേ, മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ, നിൻ പൊന്നോമൽ സുതനാം ഈശോ മിശിഹാ വഴിയായി ഏകീടണമേ അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. സ്വർലോകരാജ്ഞി കരുണാംബികയാമെന്നമ്മേ, കണ്ണീരിലാഴുമ്പോൾ നീ കൈകൾ നീട്ടൂ, കണ്ണീർ തുടച്ച് എൻ കണ്ണിൽ അഞ്ജനമെഴുതിച്ച് ഈശോയിലെന്നെ ചേർത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ.